ഒരു സെക്കൻഡ്, ഷാബു കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഷാബു ജനാധിപത്യം പൂത്തുലയുകയാണ് NSS എന്നാണ് GV ഹരി പറയുന്നത്. താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, ഈ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും NSSലെ ജനാധിപത്യം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ അകത്തെ ജനാധിപത്യം എന്ന് പറയുന്ന മാതിരിയാണ്. അതായത് നെഹ്റു കുടുംബമാണ് ആജീവനാന്തം ആചന്ദ്രതാരം നെഹ്റു കുടുംബമാണ് അതിന്റെ അകത്തെ ജനാധിപത്യം. 15 കൊല്ലമായി നരേന്ദ്രമോദി ഇരിക്കാൻ തുടങ്ങിയിട്ട് മാറ്റിക്കൂടെ? നരേന്ദ്രമോദി 15 കൊല്ലമായിട്ടിരിക്കുന്നു, മാറ്റാത്തെന്താ? ജനാധിപത്യത്തിലല്ലേ, ജനാധിപത്യത്തെ മാറ്റിക്കൂടെ? RSSൽ ജനാധിപത്യം ഉണ്ടോ? RSSൽ ജനാധിപത്യം ഉണ്ട്. മോഹൻ ഭാഗത്ത് തെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ വരുന്നത്. രജിസ്ട്രേഷൻ പോലും കൊടുത്തിട്ടില്ല, രജിസ്ട്രേഷൻ പോലും ഇല്ല RSSന്റെ സംഘടനയ്ക്ക്. അങ്ങ് വർത്താനം പറയുന്നത് എന്താ പറയുന്നത്? വെറുതെ 70 വർഷം രാജ്യം ഭരിച്ചൊരു സംഘടനയുടെ ഒരു പ്രതിനിധിയാണ് പറയുന്നത്. എന്താ കുഴപ്പം? പിന്നെ ഇവര് നിങ്ങൾ ഈ 10-60 വർഷം എന്ത് ചെയ്യായിരുന്നു? ഈ സംഘടന എടുത്ത് കൂട്ടിക്കെട്ടി വിട്ടുകൂടായിരുന്നോ? അല്ല, ഞാനാണല്ലോ ചോദിച്ചത്. ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തെ ജനാധിപത്യത്തെ കുറിച്ചാ സംസാരിക്കുന്നത്. വല്ലഭായ് പട്ടേൽ നിരോധിച്ചാണല്ലോ. കേൾക്കാം. അപ്പൊ ഇവിടെ ഈ ഗണേഷ് കുമാറും ഈ സുകുമാരൻ നായരും തമ്മിലുള്ള ആ ഇഷ്യൂ, അത് ഈ പറഞ്ഞ പോലെ മഞ്ജുഷ് ഈ ടൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ രണ്ട് മാടമ്പിമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ്. ഇപ്പം ഗണേഷ് കുമാർ 6 മാസം മുമ്പ് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം ഗണേഷ് കുമാറിന് ആ സ്ഥാനം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഗണേഷ് കുമാർ ഇപ്പൊ ഇങ്ങനെ പറയുമായിരുന്നോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. അങ്ങനെയൊന്നും പറയില്ലായിരുന്നു എന്നും നമുക്കറിയാം. കാര്യം ഈ മാടമ്പിത്തരത്തിന്റെയും അഹങ്കാരത്തിന്റെയും കാര്യത്തില് ഇവരിൽ ആരാണ് മുന്നിൽ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ സംശയമുള്ളൂ. പക്ഷെ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ, ഇനി എത്ര അഹങ്കാരിയാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഈ കൂടെ കിടന്നവനെ രാപ്പനി എറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങള് അതിൻ്റെ അകത്ത് ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യമുള്ളത്. സുകുമാരൻ നായരെ പറ്റി പറഞ്ഞത് കാര്യം അവിടെ ചെല്ലുമ്പോൾ ഉള്ള ആക്സിഡന്റ് എന്താണ്, ഓരോ 100% വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇത് ജനങ്ങളുടെ ഒരു സംസാര വിഷയമായിട്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇവിടെ ഉയർന്നൊരു സംസാരമാണ് എന്തുകൊണ്ട് NSS ഇത് തുടങ്ങിയില്ല, മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല എന്നുള്ള കാര്യം. കറക്റ്റാണത്. കാര്യം ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിക്കഴിഞ്ഞാൽ കോടികള് കൈക്കൂലി മേടിച്ചോണ്ട് അധ്യാപകരെ അവിടെ നിയമിക്കാൻ പറ്റില്ല. കാര്യം അതിന്റെ ആവശ്യമില്ല. അതിന്റെ മെഡിക്കൽ ഡിഗ്രി ആയിട്ട് വരുന്ന PG ഡിഗ്രി ആയിട്ട് വരുന്ന ഒരു ഡോക്ടറും ഇവിടെ കൊണ്ടുപോയി സുകുമാരൻ നായരുടെ കാലത്ത് കൊണ്ടുപോയി നോട്ടുകെട്ടുകൾ ചൊരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വഴിക്കുള്ള വരുമാനം ഉണ്ടാവില്ല. പിന്നെ കുട്ടികളുടെ അടുത്തുനിന്ന് വലിയ ഫീസ് മേടിച്ചോണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ ഫീസ് കൊടുത്ത് കുട്ടികൾ വരണം, അവിടെ MBBS പഠിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അവിടെ അതുപോലുള്ള കാശ് മുടക്കിയുള്ള ഫെസിലിറ്റികളൊക്കെ കാര്യങ്ങളൊക്കെ വേണം. കാര്യം അതിന് വർക്കൊട്ടത് ഉള്ള സാധനങ്ങള് ഞാൻ NSS കോളേജിൽ 5 വർഷം പഠിച്ചു. ഞാൻ പന്തളം സ്വദേശിയാണ്. ഏറ്റവും കൂടുതൽ NSSന്റെ സ്ഥാപനങ്ങളുള്ള സ്ഥലം പന്തളമാണ്. ചങ്ങനാശ്ശേരി അല്ല കേട്ടോ. ചങ്ങനാശ്ശേരി ഹെഡ് ഓഫീസാണ്, പിന്നെ കോളേജ് ഉണ്ട്, സ്കൂൾ അങ്ങനെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ NSSന്റെ സ്ഥാപനങ്ങളുള്ളത് പന്തളത്താണ്. ആ പന്തളം NSS കോളേജിലാണ് ഞാൻ 5 വർഷം പഠിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ കോളേജിൽ പോയിരുന്നു. എന്തൊരു ദയനീയം! ഒരു ആന ചത്ത് കിടന്നാൽ അറിയില്ലെന്ന് ആ കോളേജിന്റെ കോമ്പൗണ്ടിൽ. അത്ര ദയനീയമാണ് പന്തളം NSS കോളേജ്. എല്ലാ കോളേജിന്റെ അവസ്ഥ ഇതാണ്. പക്ഷെ ഒരു വേക്കൻസി വരുന്ന സമയത്ത് 50 ലക്ഷം 80 ലക്ഷം 1 കോടിയൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടൊക്കെ അഡ്മിഷൻ നടത്താൻ പറ്റും, അവർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഈ ഏർപ്പാട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ പറ്റില്ല. അത് പ്രൊഫഷണലായിട്ട് നടത്തിക്കൊണ്ട് പോയേ പറ്റുള്ളൂ. ആ ഏർപ്പാട് പണിയെടുത്ത് തിന്നുന്ന ശീലം ഈ സാധനങ്ങൾക്കില്ലല്ലോ. ഇവർക്ക് ഒരൊറ്റ ഒരു കുനിഞ്ഞൊരു പ്ലാവിലെടുത്ത് കളയുന്ന ശീലമോ അല്ലെങ്കിൽ അത്രയും പോലും അധ്വാനിക്കുന്നില്ല. ഇങ്ങനെ കൊണ്ടുപോയി ഈ നാട്ടുകാരുടെ കൊള്ളയടിച്ച് മാത്രം കഴിഞ്ഞുകൂടുന്ന കുറെ ഇത്തിൽക്കണ്ണികളും അടങ്ങിയ ഒരു അധോലോക സംഘമാണിത്. 2 കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ മോഹനൻ പിള്ളയുടെ ടീം എന്ന് തന്നെ പറയാം, കാരണം അദ്ദേഹം ചർച്ചയിൽ ഉള്ളതുകൊണ്ട്. പിന്നെ KB ഗണേഷ് കുമാർ കൂടി അതിലേക്ക് വരുന്നു. ഇവർ ഉന്നയിക്കുന്നത് കുടുംബ സ്വത്താക്കി മാറ്റുന്നു എന്നുള്ള കാര്യം. പിന്നെ മന്നത്താചാര്യന്റെ സമാധി അത് പൂട്ടി താക്കോൽ വീട്ടിൽ ഓഫീസിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. ആരെയും അങ്ങോട്ട് കയറാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലും പ്രധാനമന്ത്രി വന്നാലും അനുമതിയില്ല.
വൈസ് പ്രസിഡന്റ് കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ, അനുമതി നിഷേധിച്ചത്. അത് നായയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അവിടെ നായ കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനുമതി നിഷേധം വരുന്നത്. അപ്പോഴാണ് ഗണേഷ് ഒരു ഓൾട്ടർനേറ്റീവ് കാര്യം പറയുന്നത്. അവിടെ പെരുന്നയിൽ സമാധി സ്ഥലത്തിന്റെ മതിലിന് മുകളിൽ നിന്ന് നമുക്ക് പുഷ്പങ്ങൾ അങ്ങോട്ട് അർപ്പിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നത്. അത് പരിഹസിക്കുകയാണല്ലോ. എന്തായാലും ആ പരിഹാസം കേട്ടെങ്കിലും അദ്ദേഹം വഴങ്ങണം എന്നുള്ളതാണ്. ഇല്ല, അതിനൊക്കെ വേണ്ട മിനിമം മര്യാദയും ബോധമൊക്കെ വേണ്ടേ? അതല്ല, ഒരു കാര്യമുണ്ട് മഞ്ജുഷേ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ വന്ന് ഈ ഗുരുവായൂർ അമ്പലത്തിലും ഈ നാട്ടിലെ ആരാധനാലയങ്ങളിലൊക്കെ പോവാറുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നതാണ്. ഈ അമ്പലത്തിന്റെ അകത്ത് പട്ടിയെ കെട്ടി പരിശോധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ശിവഗിരിയുടെ കാര്യം പറയുന്നുണ്ട്. ശിവഗിരിയിൽ പോകുന്നുണ്ടല്ലോ. ശിവഗിരി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടി പോകും, വേണ്ട. അവിടെ ഇനിയിപ്പോ വേറൊരു നായയുടെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇനി ഇത് പോട്ടെ, ഇവരുടെ കാര്യമൊക്കെ വിട്, ഇവരുടെയൊക്കെ കാര്യം വിട്. സാക്ഷാൽ മന്നത്ത് പത്മനാഭന്റെ ചെറുമക്കള്, അദ്ദേഹം ഒരു വളരെ ഹൃദയം പൊട്ടി ഒരിക്കൽ കണ്ട ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഇവിടെ വന്നിട്ട് ഈ സമാധി മണ്ഡപത്തിലോട്ട് കയറ്റിയില്ലെന്ന് സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒടുവിൽ അയാൾ പറഞ്ഞതാണ്, സാറിനോടൊന്ന് ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയ സെക്യൂരിറ്റിക്കാരൻ പിന്നെ അടുത്ത ഒരു 5 കൊല്ലത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്നിട്ട് ഈ ജനറൽ സെക്രട്ടറിയെ, ഈ ചെമ്മാരൻ നായരെ കാണാനായിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന സമയത്ത് ഈ ഒരു ഒറ്റ തോർത്ത് കൊടുത്തോണ്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ എണ്ണ തേക്കുക, ഇവരുടെ മുഖത്തോട്ട് പോലും നോക്കി. പറഞ്ഞല്ലോ, ഈ ചെമ്മാരനും അയാളുടെ ചെരുപ്പുകുത്തികളും ചേർന്ന ഒരു അധോലോക സംഘമാണ് ഈ സാധനം. ഇപ്പൊ എന്തായാലും ഈ ജീവിഹരിക്ക് ഈ ഇങ്ങനെ നമ്മുടെ VD സതീശനെ പറഞ്ഞ പറച്ചിലിന് അദ്ദേഹത്തിന് ഒരു വിഷമം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഹരി പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഹരി പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ വേണ്ട, പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചർച്ച ചെയ്തതല്ലേ. പച്ചക്കള്ളം പറയുന്നത്, ഓരോന്ന് പറയുന്നത്, സതീശനെ പറ്റി പറയുന്നത്. ജീവിഹരിയുടെ നേതാവാണ്. ഇനിയിപ്പോ നാളെ കോൺഗ്രസിന്റെ അകത്ത് സ്ഥാനമില്ലാതായാലും ചിലപ്പോൾ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടെങ്കിലും കയറാൻ പറ്റും, ഇങ്ങനെ താണു തൊഴുത് നിന്നാൽ എന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.